മാസ്റ്റർബേഷൻ ഇപ്പം ഇതിനെ പറ്റിയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ഒത്തിരിയേറെ ആർട്ടിക്കിൾസ് നെറ്റിൽ തപ്പിയാൽ കാണാം. അല്ലെങ്കിൽ ഇപ്പം ഒരിക്കലും ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു ഇതുകൊണ്ട് എന്താ തെറ്റെന്നുള്ള രീതിയിൽ. കാരണം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താൽ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും ഒത്തിരിയേറെ നമുക്ക് പെട്ടെന്ന് ആക്സസിബിൾ ആയിട്ടുള്ളത് മേ ബി അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് വീഡിയോസ് റെക്കമെൻഡേഷൻ വരുന്നതും അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ശരിയാണ്. ഇപ്പൊ നമ്മള് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഫൈൻഡ് thousands of articles അല്ലേ supporting as a pornography is very normal. Masturbation is also, you know, very natural process. Only you make sure that you don't overdo it. അങ്ങനെയൊക്കെയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് അവരെ സംബന്ധിച്ചോളം അവർ വളരെ earthly realm നിന്നാണ് ചിന്തിക്കുന്നത്. അതായത് കണ്ടിരിക്കുന്ന ഒരു മാനുഷികമായ തലം മാത്രമാണ് അത് അല്ലേ. എന്തിനാണ് സെക്സ്, അതിൻ്റെ പർപ്പസ് എന്താണ്, അത് മീറ്റ് ചെയ്യുന്നുണ്ടോ അതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി ഇല്ലാതെ, ഒരു എലവേഷൻ ഇല്ലാതെ സംസാരിക്കുമ്പോൾ ശരിയാണ് ഇതൊക്കെ നമ്മുടെ ഒരു ആവശ്യം, എൻ്റെ ഒരു സെൽഫിഷ്നെസ് കയറി വരുന്നുണ്ട്, എൻ്റെ ഒരു പ്ലഷർ എനിക്ക് അവിടെ മീറ്റ് ചെയ്യണം, അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു കൂട്ടാം, കുഴപ്പമില്ല. അതിനൊരു ഇപ്പം ചില പറയുന്നുണ്ടല്ലോ, ഇപ്പം എന്താ പറയുക, ഓവർഡു അല്ലെ, ഓവർ ഡോസിലേക്ക് പോകാതെ ചെറിയ ഡോസേജ് അല്ലേ പല കാര്യങ്ങളും അല്ലെ. അപ്പം അവിടെ അവർ പറയുന്നത് they are not concerned about your soul അല്ലേ. ഈ പൊണോഗ്രഫിയുടെ ഇപ്പം ഈ പ്രത്യേകത ദിസ് ഇസ് ഇൻട്രിൻസിക്കലി ഈവിൾ ആണ് എന്ന് പറഞ്ഞാൽ there's nothing good about pornography. അപ്പം മുമ്പേ നമ്മൾ പറഞ്ഞില്ലേ ഇതിനൊരു ടൂളായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഒരു കുറച്ചൊക്കെ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന്, അതായത് പോയിസൺ. അപ്പം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ സൈനൈഡ് ഒരു കുറച്ച് കഴിക്കാം, കൂടിപ്പോയിരുന്നാൽ മതി എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവമാണ്. സൈനൈഡ് ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് അറിയും, ഇത് കുറച്ച് സമയം എടുത്തറിയും. ഈ ടൂള്, ഈ പൊണോഗ്രഫി കാണേണ്ട ആവശ്യമുണ്ടോ ഒരു മനുഷ്യന് ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പഠിക്കാൻ? എനിക്ക് ആ കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഐ ഡോണ്ട് തിങ്ക് എനിബഡി നീഡ്സ് ടു ടീച്ച് എനിവൺ ദിസ്. അങ്ങനെയാണ് ഈ പൊണോഗ്രഫി ഒക്കെ വരുന്നതിന് മുമ്പും കുഞ്ഞുങ്ങളുണ്ടാവുന്നുണ്ടായിരുന്നു. മൃഗങ്ങളുടെ കാര്യം നോക്കി അവരെന്ത് പൊണോഗ്രഫി കണ്ടിട്ടാണ്. ഇത് മനുഷ്യന് നമ്മുടെ ഉള്ളിൽ നാച്ചുറലായിട്ട് ദൈവം തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. വെൻ വി മച്ചുവർ വി നോ വാട്ട് ടു ഡു. വി ഡോണ്ട് നീഡ് എ പൊണോഗ്രഫി. പൊണോഗ്രഫി ക്യാൻ ഓൺലി മിസ്ലീഡ് അസ്. പിന്നെ ഒരു പോയിന്റ് ഐഡിയ ഉള്ളത്, അതായത് ഇപ്പം മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അവര് they don't love you. ഇപ്പം ഒരാളെ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നന്മയല്ലേ ആഗ്രഹിക്കുന്നത് അല്ലേ. നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന പറഞ്ഞപ്പോൾ ഞാൻ നന്നായി വളരണം, ഞാൻ നന്നായിട്ട് മുന്നേറണം, ഞാൻ എത്തേണ്ടടുത്ത് എത്തണം. എവിടെയാണ് ഞാൻ എത്തേണ്ടത്? നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ എത്തുക എന്നുള്ളതാണ്. അപ്പം ഇത് പോണോഗ്രഫി എന്ന ഒരു സാധനത്തിലേക്ക് ഞാൻ ഇൻഡൾജ് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് ആക്ച്വലി നമ്മുടെ ഒരു വാട്ട് ഈസ് യുവർ ഫസ്റ്റ് റെസ്പോൺസ് ആഫ്റ്റർ യുനോ പോണോഗ്രഫി കണ്ടിട്ട് ഒരു മാസ്റ്റർബേഷൻ നമ്മൾ ഇൻഡൾജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എനിക്കൊരു ഷെയിമാണ് നമ്മുടെ ഫസ്റ്റ് റെസ്പോൺസ് അല്ലേ. ഒരു ഫസ്റ്റ് റെസ്പോൺസ് എല്ലാവർക്കും എനിക്ക് ഒരു ഷെയിമിലേക്ക് പോകും. നമ്മളെ തന്നെ ഒരു കുറച്ച് കാണും, ഒരു ഗിൽട്ട് ഉണ്ടാവുന്നു. നാളെ വേറൊരാളെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ഇമേജസ് ഒക്കെ വരുന്നു. എനിക്ക് മറ്റുള്ള നല്ലതായിട്ട് നോക്കാൻ പറ്റുന്നില്ല. യു ലൂസ് യുവർ കോൺഫിഡൻസ്. പിന്നെ നമുക്ക് അടുത്ത സാധനമാണ് പ്രാർത്ഥിക്കാൻ മടി വരുന്നു എന്ന് പറഞ്ഞാൽ യു സെപ്പറേറ്റിംഗ് യുവർസെൽഫ് ഫ്രം ഗോഡ്. ഈ നമ്മുടെ ഈവൻ സ്പിരിച്വൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പോലും നമ്മൾ ചെയ്യാതാവും. കാരണം നമ്മൾ ഇത് ഓരോ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴും വി നോ ഇറ്റ് ഇസ് റോങ്. അപ്പോൾ നമ്മൾ ഓർക്കും നൗ ഐ എം നോട്ട് വർതി ടു എക്സ്പോസ് മൈ സെൽഫ് ടു ഗോഡ് ആൻഡ് ഗോഡ് വിൽ നോട്ട് ലൈക്ക് മീ നൗ. അതുകൊണ്ട് തന്നെ ആൾക്കാർ തിരിച്ച് ഒരു റിപ്പൻഡൻസിലേക്കോ ഒരു റീസ്റ്റോറേഷനിലേക്കും പോകാൻ പോലും മടിക്കുകയാണ്. ബട്ട് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഗോഡ് ലവ്സ് യു whoever you are, whatever you have done, whatever. പക്ഷേ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ അവർക്കൊരു ഹെൽപ്ലെസ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്നു. നമ്മുടെ കൈ കൂടെ നിൽക്കുന്നില്ല. ചിലർ പറയും അതെനിക്കിപ്പോൾ വേണം, ഇപ്പോൾ സിഗരറ്റ് വലിക്കുന്നവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ എപ്പം വേണം എനിക്ക് നിർത്താൻ പറ്റും, പക്ഷെ അഡിക്റ്റീവ് ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അവർ മനസ്സിലായി അവർ ഇതെൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമാണ്, എൻ്റെ വില്ലിലുണ്ട്, ഞാൻ ഇത് നാളെ തൊട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിർത്താൻ പറ്റാൻ സാധ്യത കുറവാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ the more you repeat it, it becomes a habit. ഈ ഹാബിറ്റ് then becomes a part of you. It develops as a character for you. അപ്പോൾ ഇതിനകത്ത് പിന്നെ പുറത്ത് കിടക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. പക്ഷേ എന്ന് പറയുമ്പോൾ പോലും യു ഡോണ്ട് ലൂസ് യുവർ ഹാർട്ട്. ഇഫ് സംബഡി ഈസ് സ്ട്രഗ്ലിംഗ് വിത്ത് പൊർണോഗ്രഫി യു ഡോണ്ട് ഹാവ് ടു ലൂസ് യുവർ ഹാർട്ട്. God can liberate you. You know, Jesus can liberate you from this. അപ്പോൾ അതിൻ്റെ ആദ്യം വേണ്ട എന്താണെന്ന് ചോദിച്ചാൽ എനിക്കൊരു പ്രശ്നമുണ്ട് എന്നുള്ളൊരു ബോധ്യമുണ്ടാവുകയും then you should allow God to enter into that mess. ഇപ്പം ഞാൻ പറയുന്നത്, ഞാൻ പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പൊർണോഗ്രഫി കണ്ടുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് can I let Jesus sit next to you?
ഞാൻ ഈശോയോട് പറയാണ്, കർത്താവേ, ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു മീ, ഐ ഡോണ്ട് വോണ്ട് ടു ഡു ദിസ്, ബട്ട് ദെൻ ഐ എം ലുക്കിംഗ് അറ്റ് ഇറ്റ് നൗ, ബട്ട് ദെൻ ഐ വോണ്ട് യു ടു കം ഇൻ. അപ്പം നമ്മൾ ഓർക്കും, ദൈവം എൻ്റെ ഈ പാപത്തിനകത്തോട്ട് ദൈവം ഇറങ്ങി വരുമോ? യെസ്, ഹി വിൽ. കാരണം മരണം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യം പോയത് he went down to hell to meet with people. അപ്പം ഞാൻ പറയുന്നത്, he will come down to our hell. ഏറ്റവും വേസ്റ്റ് സിറ്റുവേഷനിലായിരിക്കുന്ന നമ്മുടെ സമീപസ്ഥനാണ് നമ്മളെ ലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് ദെൻ നമുക്കറിയാം, ബിക്കോസ് വീവ് ടേക്കൺ സോ മച്ച്, നമ്മൾ അത്രമാത്രം തവണ ഇത് കണ്ട് നമ്മുടെ ഉള്ളിൽ അത്രമാത്രം ഇത് എൻഗ്രേവ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഫോർ സം പീപ്പിൾ വിൽ ബി ഈസിയർ, ഫോർ സം പീപ്പിൾ, ബട്ട് ദെൻ ബി പേഷ്യൻറ്റ്. ഞാൻ പറയുന്നത്, യു ഡോണ്ട് ഹാവ് ടു ലൂസ് യുവർ ഹാർട്ട്, വർക്ക് ഓൺ ഇറ്റ്, you will get out of it. But then അവിടെയാണ് നമുക്ക്, we have our sacrament, we can go back and confess. Every time you confess, Lord, this is what I've done, I sought to please my body looking at porn rather than offering my desire for you. അപ്പം നമ്മൾ അതിൻ്റെ തെറ്റ് മനസ്സിലാക്കി നമ്മളത് കൺഫെസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ there is forgiveness, and there's also the grace not to do this, commit this again. അപ്പോൾ നമ്മൾ വീണ്ടും വീണു പോയെങ്കിൽ അഗെയിൻ യു ഗോ ബാക്ക്. അപ്പോൾ നമ്മൾ പിന്നെയും ഒരു 5 പ്രാവശ്യം പോയി, ഇനിയും പോകുന്നു, പിന്നെ പക്ഷെ അങ്ങനെയല്ല. അവിടെ ഒരു ഈ കൺഫെഷൻ ഒരു സാധനം ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു റിപ്പീറ്റീവ് ആയിട്ട് സംഭവിക്കുമ്പോൾ നമ്മൾ ഒരച്ഛൻ്റെ അടുത്തേക്കായിരിക്കും പോകുന്നത്, വീണ്ടും പോകുന്നു. നമ്മൾ ചിന്തിക്കും, മനുഷ്യമായിട്ട് ചിന്തിക്കുക, ഈ അച്ഛനെ ഇവനെ കൊണ്ടൊന്നും പറ്റത്തില്ല. അപ്പം പക്ഷെ അങ്ങനെയല്ല നമ്മളതിനെ കാണുന്നത്. ഇപ്പം ദ ഡെവിൾ വാണ്ട്സ് യു ടു കണ്ടിന്യൂ ഇൻ സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് അൺഫോർഗീവൻ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്, ഗ്രേസ് വരുകയല്ല. അപ്പോൾ യു വിൽ കീപ് ഡൂയിങ് ദിസ് അഗൈൻ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒന്ന് വീണ് പോയെന്ന് വിചാരിച്ചോ, നമുക്ക് ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, നമ്മളുടെ ഫ്രീക്വൻസി ഓഫ് കൺഫെഷൻ എങ്ങനെയാണ്? നമുക്ക് 1 മാസം കൂടുമ്പോൾ കുമ്പസാരിക്കാം, അല്ലെ സഭ പറയുന്ന പോലെ വർഷത്തിൽ 1 വേണം കുമ്പസാരിക്കാം. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ എന്ന് വീഴുന്നോ അന്ന് പറ്റുവാണെങ്കിൽ അന്ന് തന്നെ കുമ്പസാരിക്കുക, അല്ലെ അടുത്ത ദിവസം കുമ്പസാരിക്കുക. ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? യു വിൽ ടേക്ക് ഇറ്റ് ആസ് എ ലൈസൻസ് ടു ഇൻഡൾജ് ഇൻ ഇറ്റ് അഗൈൻ ആൻഡ് അഗൈൻ. ശരിയല്ലേ? അടുത്ത കുമ്പസാരത്തിൽ ഞാൻ പിടിച്ചോളാം എന്നൊരു ചിന്തയൊക്കെ നമുക്ക് വരും, അല്ലേ? അപ്പം ദ ഡെവിൾ നോസ് യു, ഹി നോസ് യു വെൽ, റൈറ്റ്? അപ്പം ഇത് നമ്മളോട് എന്നിട്ട് അത് മാത്രമല്ല, ഇത് പറയാതിരിക്കാൻ, അല്ലെങ്കിൽ കുമ്പസാരത്തിൽ നമ്മൾ വളരെ അറിയാവുന്ന ഒരു അച്ഛനെന്ന് വിചാരിച്ചോ, വി ഹാവ് ദിസ് ടെൻഡൻസി ടു നോട്ട് ടു ടെൽ. ഞാൻ വലിയ ലീഡറൊക്കെ ആയിരിക്കും, പക്ഷേ നമുക്കിത് പറയാനൊരു മടിയ അച്ഛനടുത്ത്. ഈ അച്ഛൻ എന്നെ കുറിച്ച് എന്നാ ചിന്തിക്കും, അല്ലെ? ഇത് ഇങ്ങനെ കുറെ പ്രശ്നങ്ങളോടെ കടന്നു പോകുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, അവിടെ ഈശോയാണ്, ഹി ഈസ് റെഡി ടു ഫോർഗീവ് യു. സോ യു കൺഫസ്, ഗെറ്റ് ഹിസ് ഹീലിംഗ്, ഗെറ്റ് ഹിസ് ഫോർഗീവ്നെസ് ആൻഡ് സ്റ്റാർട്ട് അഗെയിൻ. നമ്മുടെ വർക്ക് വീണ്ടും നമ്മൾ സ്ട്രൈവ് ചെയ്യണം. നമ്മളിങ്ങനെ യു ഹാവ് ടു ഗെറ്റ് ബാക്ക് ആസ് ഫാസ്റ്റ് ആസ് അല്ലെ പിന്നെയും പുള്ളി അടിച്ചടിച്ച് നമ്മളെ താത്തിക്കൊണ്ടിരിക്കും. ഇതിന്റെ ഒരു എഫക്ട്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മൾ അഫക്ട് ചെയ്യുക നമ്മുടെ ലൈഫ്, നമ്മുടെ സിറ്റുവേഷൻസ്, എവറിത്തിങ് എങ്ങനെയായിരിക്കും ഇപ്പം? അതായത് ഈ മനുഷ്യൻ്റെ നമുക്ക് ബ്രെയിൻ കെമിക്കൽസ് ഉണ്ടല്ലോ, ഇപ്പം ഈ ഡോപ്പമീൻ അങ്ങനത്തെ, പിന്നെ ചിലത് ബോണ്ട് ചെയ്യാൻ വേണ്ടി തരുന്നു, ചിലത് നമുക്കൊരു എക്സൈറ്റ്മെന്റ്, അങ്ങനത്തെ. അപ്പം ഈ പൊർണോഗ്രഫി കാണുമ്പോൾ യുവർ ബോഡി തിങ്സ് യു ആർ ആക്ച്വലി in a relationship, actual relationship with, because and then your body urges rise accordingly, and brain is cheated into thinking now you need to bond with this person, and you're actually bonding with pornography, which is images and videos. So അതുകൊണ്ട് തന്നെ ഇത് അഡിക്റ്റീവ് ആകുന്നത്. അപ്പം they say it is more addictive than drugs. ബിക്കോസ് പിന്നെ ഈ ദിസ് ഈസ് എ വെരി ഡിവൈൻ ഗിഫ്റ്റാണ്. അപ്പോൾ ഇറ്റ്സ് വെരി പവർഫുൾ ഓൾസോ. അപ്പോൾ അതിനെ അബ്യൂസ് ചെയ്യുന്നതും ഇസ് വെരി പൊട്ടൻറ്റ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് എത്രമാത്രം ബലമുള്ളതാണോ, ഇപ്പം ഞാൻ പറയും, ഒരു ന്യൂക്ലിയർ ബോംബ് ക്യാൻ ബി യൂസ് ഫോർ സംതിങ് വെരി ബ്യൂട്ടിഫുൾ. പക്ഷേ അതിനെ അബ്യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും? അതിൻ്റെ പൊട്ടൻസി മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി പോകത്തില്ല എന്ന് പറയുന്ന പോലെയാണ് ഈ സെക്ഷുവൽ ഗിഫ്റ്റിൻ്റെ കാര്യവും. അപ്പോൾ ഇതിനെ നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ അത് അത്രമാത്രം നമ്മളെ ഹാം ചെയ്യുന്നുണ്ട്. അപ്പം ബേസിക്കലി ഇറ്റ് അഫക്ട്സ് യുവർ സോൾ. ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് അഫക്ട്സ് യുവർ സോൾ, ഇറ്റ് അഫക്ട്സ് യുവർ ബോഡി, ഇറ്റ് അഫക്ട്സ് യുവർ റിലേഷൻഷിപ്പ്, ഇറ്റ് അഫക്ട്സ് യുവർ തിങ്കിങ്, brain, it affects your relationships, family, it affects your workplace, your work, your career,
എവിടെയാണ് എഫക്റ്റ് ചെയ്യാത്തത്? It affects It affects everywhere. ചില ആൾക്കാർ പിന്നെ പറയുന്നത് ഒറിജിനൽ അല്ല, അല്ലെങ്കിൽ ഇതൊരു ജസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സിൽക്കൻ ബോഡിയാണ്. The models, right? അപ്പൊ ഇന്നത്തെ കാലത്ത് പിന്നീടുള്ള ലൈഫിൽ അഫക്റ്റ് ആവുന്നൊക്കെ ഇങ്ങനെ അല്ലാതെ ഞാൻ പറയണേ, ഈ ടെക്നോളജി ഞാനൊരു ടെക്നോളജി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കറിയാം ഇപ്പം ടെക്നോളജി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എയുടെ ഒരു കാലത്തൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എ വെച്ചിട്ട് വേണമെങ്കിൽ നമ്മുടെ ഒരു ഇമാജിനേഷൻ വെച്ചിട്ട് എനിക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാം, വീഡിയോസ് ജനറേറ്റ്. അവിടെയൊക്കെ റെഗുലേഷൻ ഉണ്ടെങ്കിലും ഇൻ ഫ്യൂച്ചർ ഞാൻ പറയുന്നത് ഈ ടെക്നോളജി എല്ലാം മിസ്യൂസ്ഡ് ആവും. കാരണം ദ ഡെവിൾ ഈസ് ഓൾസോ അറ്റ് വർക്ക്. അപ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? നമ്മളൊരു AI വെച്ചിട്ടൊരു അവതാരം ഉണ്ടാക്കും, നമ്മുടെ ഫാൻറ്റസിയിലുള്ള ഒരു മാസ്റ്റർ പീസിനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ വ്യക്തിയെ വന്നിട്ട് എനിക്ക് കണ്ണടൊക്കെ കാണാൻ വേണ്ടിയുള്ള ഇതിൻ്റെ ഒരു ഇൻഡൾജിലേക്ക് നമ്മൾ പോകും. കാരണം ടെക്നോളജി അറ്റ് എൻഡ് ഓഫ് ദി ഡേ ഫോൺ ഉണ്ടാക്കുന്ന ആളെ സംബന്ധിച്ചോളം ഇറ്റ്സ് എ ബിസിനസ് ഫോർ മണി, റൈറ്റ്? അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയോ നമ്മളെ പ്ലീസ് ചെയ്യാനോ ഒന്നും അല്ല. മണി മേക്കിംഗ് ബിസിനസ്. When you're talking about this, ഈ pornography പോലെ തന്നെ അഡിക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് ഈ സെക്സ് ടോയ്സ്. കാരണം ഈ സെക്സ് ടോയ്സിന്റെ അടുത്ത ഒരു ലെവലാണ് AI ബേസ്ഡ് ആയിട്ടുള്ള സെക്സ് റോബോട്ട്സ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്ത പോലെ തന്നെ, why do I get married? I have a sex robot and she doesn't demand anything from me, or he doesn't demand anything from me. She will do all that I want. I can continue to use her. She will still be beautiful, still be available to me. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആലോചിച്ച് നോക്കിയേ, you're using your capacity which has the potential to unite with God for something as silly as a machine. എന്തിനാണ്? ഈ പ്ലെഷറിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഡു യു നോ ദാറ്റ് നമ്മുടെ സെക്ഷുവൽ പ്ലെഷർ അതൊരു ഈ ദൈവമായിട്ട് നമ്മൾ യുണൈറ്റ് ചെയ്യുമ്പോഴുള്ള ആ ആസ്വാദനത്തിൻ്റെ ഒരു മുന്നാസ്വാദനം മാത്രമേ ഉള്ളൂ. If sexual pleasure is so beautiful, can you imagine the pleasure that is, the ecstasy and the great ecstasy that is waiting for you in heaven? Because ഇതെല്ലാം ഒരു സൈൻ മാത്രമാണ്. Even marriage is a sign. Even our sexual union is a sign. ഇതെല്ലാം സൈൻ ആണെങ്കിൽ അതിനൊരു ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, മനസ്സിലായില്ലേ? And the destiny is heaven. And if you decide to reside at the sign itself, എന്തൊരു ട്രാജഡി ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. അതായത് ജീവിതകാലം മൊത്തം ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പിലെ അതിലിപ്പോൾ നമ്മൾ ഇപ്പം മായ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ ഒരു ഐക്കൺ മാത്രം കണ്ടിട്ട് ഞാനിങ്ങനെ ആസ്വദിച്ച് ഇഫ് ഐ ഹവ് നെവർ യൂസ് ദാറ്റ് സോഫ്റ്റ്വെയർ. ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് വാട്ട് ഞാൻ പറയുന്നത് ഇതിൻ്റെ മറ്റൊരു തലമാണ്. ഞാൻ പറയുന്നത് ദിസ് ഇസ് ഓൺലി എൻ ഐക്കൺ, ദിസ് ഇസ് ഓൺലി എ സൈൻ, ബട്ട് ദെൻ ഇറ്റ് ലീഡ്സ് യു ടു സംതിങ്. അപ്പം നമ്മൾ യു ഡോണ്ട് ഗെറ്റ് സ്റ്റക്ക് ഹിയർ ആൻഡ് മനല്ലേ. അപ്പം അതിനപ്പുറത്തേക്കുള്ള ഒരു വലിയൊരു വിളി, വലിയൊരു സത്യം, ഇതെല്ലാം തുറന്നു കിടപ്പുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, യു ഷാൽ നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. അപ്പോൾ ഈ സത്യം അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ദെൻ യു ഡോണ്ട് ഹാവ് ടു ബി സ്റ്റക്ക് ഹിയർ. ഈ ഇമേജസിൻ്റെയും വീഡിയോസിൻ്റെയും ഈ ലോകത്ത് സ്റ്റക്കായി നിൽക്കാതെ അതിനപ്പുറത്തേക്ക് നിനക്കായിട്ടുള്ള ഒരു വലിയ വാതായനം തുറക്കുകയാണ്, മനസ്സിലായല്ലേ? പിന്നെ നമ്മളിപ്പോ നോക്കുവാണെങ്കിൽ ഇപ്പം കണക്കുകളൊക്കെ നോക്കുവാണെങ്കിൽ ഇപ്പം മിക്ക ആൾക്കാരുടെ വിചാരം ഒരു ആണുങ്ങൾ മാത്രമേ ഒരു പോണോഗ്രാഫി വീഡിയോ പോണോഗ്രാഫി പോൺ അഡിക്റ്റ് എന്നുള്ളൂ. പക്ഷെ ഇവന്റെ നമ്പർ കുറവാണെങ്കിൽ പോലും പല സ്ത്രീകളും ഇതിന്റെ അടിമകളായി പോയിട്ടുണ്ട്. മേ ബി നമ്മളിപ്പം ഒരു കുറച്ച് കാലങ്ങൾക്ക് മുന്നേ നോക്കുവാണെങ്കിൽ പല വീഡിയോയുടെയും അടിയിൽ വരുന്ന കമന്റുകൾ, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പോകുന്ന ഒരു ലിങ്കിൽ ഞെക്കി പോണതായിരിക്കും, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് കയറുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു സാധനം നമ്മുടെ ഇടയ്ക്ക് ഇപ്പം ഭയങ്കരമായിട്ട് കയറി വരുന്നുണ്ട്. അല്ല, ഞാൻ പറയുന്നത് കുറേ നാൾ മുമ്പ് വരെ ഇതൊരു ഗൈ പ്രോബ്ലം ആയിരുന്നു. പക്ഷേ ഇറ്റ്സ് നോ ലോങ്കർ. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് ഈക്വൽ നമ്പർ ഓഫ് യൂസേഴ്സാണ് ആണുങ്ങളും പെണ്ണുങ്ങളും. ബിക്കോസ് ഒന്നാമത്തെ കാര്യം, പ്രത്യേകിച്ച് ഞാൻ പറയുന്ന ഒരു ഈ കാലത്തൊരു ഫെമിനിസ്റ്റിക് ചിന്താകളും സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സംഭവത്തിനകത്തൂടെ അവർക്ക് ദി ഓൾസോ തോട്ട് ഇത് ആണുങ്ങൾ മാത്രം ചെയ്യേണ്ട ഒരു സംഭവമല്ല, വൈ നോട്ട് അസ്, വി ഓൾസോ ഹാവ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനകത്ത് വേറൊരു സംഭവം എന്നാന്ന് ചോദിച്ചാൽ, when you expose yourself, you get a lot of attention. So lot of
സ്ത്രീകൾ പോലും ദേ ഗെറ്റ് ഇൻ ടു ദിസ് ബിസിനസ് ഓഫ് എക്സ്പോസിങ് ദംസെൽഫ് ഫോർ മണി. മണി മാത്രമല്ല, ദർ ഇസ് മണി ആൻഡ് അറ്റ് ദ സെയിം ടൈം ഫേമസ് യു ബിക്കം. സോ ഈ പോൺ സ്റ്റാർ എന്ന് പറയുന്നത് ഇപ്പോൾ ദർ ആർ ചിൽഡ്രൻ ഹു വാണ്ട്സ് ടു ബി എ പോൺ സ്റ്റാർ. മനസ്സിലായില്ലേ? അപ്പം അതിൻ്റെ ഒരു ഈ സൊസൈറ്റി ഹാസ് മെയ്ഡ് ദിസ് ഈ അബ്സല്യൂട്ട് ഫിൽത്തി സാധനത്തിന് ഒരു ഭയങ്കര ഗ്ലോറിഫൈഡ് ഒരു സാധനമാക്കി മാറ്റി അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പം പീപ്പിൾ കം ആൻഡ് ഭയങ്കര പ്രൈഡോടുകൂടി പറയാണ്, ഐ എം എ പോൺ സ്റ്റാർ, ഐ ഹാവ് മൈ ഫാൻ മൈ പേജ്, ഐ മേക്ക് സോ മച്ച് ഓഫ് മണി ആൻഡ് ദിസ് ഐ ഗെറ്റ് ടു ഡു ഓൾ ദാറ്റ് വിത്ത് മെനി പീപ്പിൾ. ശരിക്കും they are killing themselves. Yes, അതായത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയോ അല്ലെ, നമ്മുടെ മീഡിയാസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് എന്താണ് ഇത് റിയൽ ശാക്തീകരണം എന്താണ്? അവരെ എംപവർ ചെയ്ത് അവർ ആയിരിക്കുന്ന ആ താഴ്ന്ന പൊസിഷനിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരും. എവിടെ ഏത് അതായത് അവരെ എന്താ പറയുക, അവർക്കൊരു ഒരു നല്ല കരിയറോ അല്ലെ അവരെ വളർത്തുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പം ഉള്ളിലുള്ള പൊട്ടൻഷ്യലിനെ വളർത്തിയെടുക്കുക. യെസ്, പക്ഷെ ഇപ്പം റേപ്പ് നടക്കുകയാണ്. ഇപ്പം ഈ ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സൊക്കെ ആദ്യം പറയുന്നത് എന്താണ്, റേപ്പിസ്റ്റിനെ കൺവിക്റ്റ് ചെയ്യണം, ആൾക്ക് ഡെത്ത് സെൻറ്റൻസ് കൊടുക്കണം. അതുകൊണ്ട് നമ്മുടെ പ്രശ്നം തീരുന്നുണ്ടോ? അപ്പം വി ആർ നോട്ട് ടാക്ലിംഗ് ദ റൂട്ട് കോസ്. റൂട്ട് കോസ് എന്താണ്? ഈ പോണോഗ്രഫിക് ആയിട്ടുള്ള നമ്മൾ തന്നെ നമ്മളെ ഡിഗ്രേഡ് ചെയ്തിട്ടുണ്ട് അല്ലേ മൂവീസിലൂടെ. നമ്മൾ എന്തുകൊണ്ട് ഇപ്പോൾ ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് അതിനെതിരെ സംസാരിക്കുന്നില്ല? ഇപ്പോൾ ഐറ്റം സോങ്ങിനെതിരെ ഞാനാരും പറയുന്നത് കേട്ടില്ല. ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള അല്ല നല്ലൊരു ആക്ട്രസ് ഐറ്റം സോങ്ങിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. They are not voicing it out, right? They should voice it out. ഇപ്പം ഞാൻ പറയുന്നത് the word sexy. Yeah, sexy. ഇപ്പം എല്ലാ പെൺകുട്ടികളും ഇപ്പം നമ്മൾ പറയാം, ഓ ഷീ സെക്സി എന്ന് പറയുമ്പം they feel good. I mean they feel. പക്ഷേ actually what you're saying is you're good for sex. ഒബ്ജക്റ്റിഫൈഡ് ആണ്. പക്ഷെ അപ്പം ഈ പറഞ്ഞാൽ ഇപ്പോഴത്തെ മുമ്പേ പറയാൻ ശ്രമിച്ച പോലെ ഈവൻ ദ ക്രൈറ്റീരിയ ഓഫ് ബ്യൂട്ടി ഈസ് നൗ മെഷർഡ് ഹൗ good you are, or you can be on the bed for sex. For giving me pleasure. Yeah, to give me give the pleasure. അതിനുവേണ്ടി നിന്റെ ശരീരം എത്രമാത്രം നല്ലതാണെന്നുള്ള ബേസ് ചെയ്തിട്ടാണ് നീ നിന്റെ ബ്യൂട്ടിയുടെ ഈ ഹോട്ട്നെസ് ലെവലും ക്യൂട്ട്നെസ് ലെവലും സെക്സിനെസ് ലെവലും ഒക്കെ കൂടുന്നത്. Nobody realizes, nobody has a problem with this. അതെ. അതിനുശേഷം പ്രശ്നമുണ്ട്. എപ്പോഴാണെന്നറിയോ, ഈ ഇമേജസ് ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ വളരെ മോശമായ കമന്റുകൾ വരും. ശരിയല്ലേ? നമ്മളെ തന്നെ എക്സ്പോസ് ചെയ്തിട്ട് ഞാൻ പറയുന്നത് അൾട്ടിമേറ്റ്ലി വി ആർ ഓൾ അഫക്റ്റഡ് ബൈ സിൻ. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ ഈസ് സ്പിരിച്വൽ. ഇറ്റ്സ് നോട്ട് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഇതൊരു സ്പിരിച്വൽ പ്രോബ്ലമാണ്. ഇതിൻ്റെ സൊല്യൂഷനും സ്പിരിച്വലാണ്. സോ ഇഫ് യു ട്രൈ ടു റിമൂവ് ഗോഡ് ഫ്രം ദിസ് ഈക്വേഷൻ, ഐ മീൻ ദർ ഇസ് നോ ഹീലിംഗ് ഫോർ ദിസ്. പക്ഷേ ബ്രിങ് ബാക്ക് ഗോഡ്, യുനോ, നമ്മുടെ ഈ പ്രശ്നം ബിക്കോസ് ഇത് പ്യുവർലി ഒരു സ്പിരിച്വൽ സ്ട്രഗിളാണ്. അതിൻ്റെ സൊല്യൂഷനും സ്പിരിച്വൽ ആണെന്നുള്ളതാണ്. അതാണ്. അതുപോലെ തന്നെ പലപ്പോഴും തോന്നിയിട്ടൊരു കാര്യമാണ്, നമ്മൾ പല അക്കൗണ്ട്സിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോയുടെ ഇടയിൽ കമന്റ് സെക്ഷൻ നോക്കുമ്പോഴത്തേക്കും പല ആൾക്കാർക്കും അവർക്ക് അറിവ് കിട്ടിയിരിക്കുന്ന ഒരു മറ്റ് സ്രോതസ്സുകൾ, അതായത് ശരിയായ സ്രോതസ്സുകളിലൂടെ അല്ലാതെ മറ്റ് പല വഴികളിലൂടെ കിട്ടിയ പോലെയുണ്ട്. അതായത് ചിലത് വായിക്കുമ്പോൾ നമുക്ക് കേരളത്തിൽ ഇത്രയ്ക്ക് ദാരിദ്ര്യമാണ്, അല്ലെങ്കിൽ അതായത് മേ ബി ഒരു പോണോഗ്രഫിയുടെ എഫക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഒബ്ജക്ടിഫൈ ചെയ്യുന്നത് കൊണ്ടായിരിക്കും. വുമണിനെ ഒബ്ജക്ടിഫൈ ചെയ്തിട്ടാണ് പല ആൾക്കാരും സംസാരിച്ചു വരുന്നത്. ബിക്കോസ് അവര് വളർന്നു വന്ന സാഹചര്യവും അല്ല അവർ കണ്ടതും കേട്ടതും എല്ലാം ആണ് അവരെ ഇപ്പത്തെ ആളാക്കിയേക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഇതിനൊരു മറ്റൊരു സൈഡും കൂടെ ഉണ്ട്. അതായത് വുമൺ ദീസ് ഡേയ്സ്, ഇപ്പം ഞാൻ പറയുകയാണ്, ഇഫ് സംബഡി ഷോസ് ഒരു ഇച്ചിരി പ്രൊവോക്കേറ്റീവായിട്ട് ഒരു പോസ്റ്റ്, അവരുടെ തന്നെ ഒരു ഫോട്ടോ, ഒരു ഹാഫ് ന്യൂഡൊക്കെ ആയിട്ടൊക്കെ ഇടുവാണെങ്കിൽ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കണം, അതിനെ കിട്ടുന്ന കമൻറ്റ് യു ആർ ബോൾഡ്, we congratulate you are real, this is woman, I mean this is a bold woman. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഈ ഇക്വേഷനിലൂടെ എല്ലാം people are trying to encourage you to shed more clothes. And at the same time, if somebody comments that this is, why do you do that? It's, who are you to ask? This is my body, my choice. I will do whatever I want. അപ്പോൾ ഇത് രണ്ടും ഉണ്ട്, മനസ്സിലായില്ല? അപ്പം ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഇത് ഈ പ്രശ്നം എന്ന് പറയുന്നത് ആണിൻ്റെ പ്രശ്നമോ പെണ്ണിൻ്റെ പ്രശ്നമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് എ സ്പിരിച്വൽ പ്രോബ്ലം. ഈ പ്രശ്നം എന്ന് പറയുന്നത് സിന്നാണ് ഇതിൻ്റെ പ്രശ്നം.
മനസ്സിലായല്ലേ? അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് യു ടു ഗോ ബാക്ക്, ഗെറ്റ് ബാക്ക് ടു ഗോഡ്, അലവ് യുവർ സെൽഫ് ടു ബി ഹീൽഡ്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തെറി പറഞ്ഞുകൊണ്ടിരുന്നിട്ടോ പെണ്ണാണ് പ്രശ്നം ആണാണ് പ്രശ്നം അല്ലെങ്കിൽ നോ അപ്പുറത്തേക്ക് കൈകൊട്ടുന്ന ആരാണ്? പിശാച് അവിടെ ഫൈറ്റ് ചെയ്യട്ടെ. അവനവിടെ വി ഹാവ് എ കോമൺ എനിമി ആൻഡ് വി ഹാവ് എ കോമൺ സൊല്യൂഷൻ, ദാറ്റ്സ് ഗോഡ്. എനിക്ക് ഇതിൽ നിന്ന് പുറത്ത് വരണമെന്ന് ആഗ്രഹമുണ്ട്. എത്ര ശ്രമിച്ചാലും പുറത്ത് You're talking about recovery, അല്ലേ? God also requires your effort. Human effort is also very much important in this area. Your dignity as a child of God is no way. Your brokenness today can be healing to thousands of people tomorrow. Correct? നാളെ ഒരു സെക്ഷൽ ഏർജ് വന്നു കഴിഞ്ഞാൽ how do I say no to that? എൻ്റെ ശരീരത്തെ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള ആ ലസ്റ്റോടു കൂടി ആണ് എന്നെ നോക്കിയിട്ടുള്ളത്.